ഞാൻ ഓവർ വെയിറ്റ് ആണ് എന്നുള്ളൊരു ആ ഒരു സംഭവം ശരിക്കും പറഞ്ഞാൽ റിയലൈസ് ചെയ്ത് ഞാൻ വെയിറ്റ് കുറയുന്ന ആ ഫിഗർ ഇങ്ങനെ കാണുമ്പോഴല്ലോ അത് നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾക്ക് ആ ഒരു ഫീലിംഗ് നമുക്ക് മനസ്സിലാവും. 85 കിലോ ഒന്ന് 80 ആവുക, 80 കിലോ ഒന്ന് 75 ആവുക, ആ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് എനിക്ക് ഇപ്പോഴും അത് ആലോചിക്കും ഭയങ്കര. ഈ ഒരു ഡയറ്റ് ഞാൻ ചെയ്ത് ഒരു 10 kg കുറഞ്ഞതിന് ശേഷം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ എന്താ പറയാ, നമ്മളെ കയ്യിൽ ഇങ്ങനെ പിടിക്കാൻ പറ്റുന്ന രീതിയിൽ അത്രയും മുടിയായിരുന്നു എനിക്ക് കൊഴിഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്റ്റോറിയാണ്, എൻ്റെ വെയിറ്റ് ലോസ് സ്റ്റോറിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഇത് നമ്മുടെ ചാനലിൽ തുടക്കം മുതലേ കാണുന്നവർക്ക് ഇതൊരു പുതുമയുള്ള ടോപ്പിക് ആയിരിക്കില്ല. ഒരു 5 വർഷം മുമ്പേ ഞാൻ ഓൾറെഡി ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോറി ഞാൻ പോസ്റ്റ് ചെയ്തതാണ്. അപ്പൊ ഇത് ഞാൻ വീണ്ടും പോസ്റ്റ് ചെയ്യാനുള്ള കുറച്ച് റീസൺസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫാമിലി ഇപ്പം തുടക്കത്തിലുള്ള പോലെയല്ല, ഒരു വലിയ ഫാമിലിയാണ്, 2 lakh പ്ലസ് ഫാമിലിയാണ്. എന്റെ ഫിറ്റ്നസ് സ്റ്റോറി അല്ലെങ്കിൽ എന്റെ ഫാറ്റ് ടു ഫിറ്റ് ജേണി എങ്ങനെയായിരുന്നു, ഞാൻ എന്തൊക്കെ ചെയ്തു എന്നറിയാൻ ഒരുപാട് പേര് ക്യൂരിയസ് ആയിരിക്കും. എന്തൊക്കെയായിരുന്നു ഞാൻ ചെയ്തത്, എങ്ങനെയാണ് ഞാൻ എന്റെ 30+ kg കുറച്ചതെന്നൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ടാവും. അത് അവരുടെ ഫിറ്റ്നസ് ജേണിയിൽ എങ്ങനെ ഇൻകോർപ്പറേറ്റ് ചെയ്യാമെന്നും കൂടെ നോക്കുന്ന ആളുകളുണ്ടാവും. അതേപോലെ തന്നെ രണ്ടാമത്തെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴും 10 ദിവസം കൊണ്ട് എങ്ങനെ 10 കിലോ കുറയ്ക്കാം എന്ന് ആലോചിച്ചിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പൊ അവർക്കുള്ള ഒരു ഐ ഓപ്പണർ ആയിരിക്കും ചിലപ്പോൾ ഈ ഒരു വെയിറ്റ് ലോസ് സ്റ്റോറി. മൂന്നാമത്തെ കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അന്ന് ഒരു 5 വർഷം മുമ്പേ ഞാൻ ഈ ഒരു സ്റ്റോറി പോസ്റ്റ് ചെയ്ത സമയത്ത് എൻ്റെ ലൈഫ് മാറിയൊരു സമയമായിരുന്നു അത്. എൻ്റെ ലൈഫിനൊപ്പം തന്നെ ഒരുപാട് പേരുടെ ലൈഫ് മാറി മറിഞ്ഞൊരു സമയമായിരുന്നു അത്. കാരണം ഒത്തിരി പേര് എൻ്റെ ആ ഒരു സ്റ്റോറി ഇൻസ്പിറേഷൻ ആയിട്ട് എടുത്ത് അവരുടെ ഫിറ്റ്നസ് ജേണി സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം ഐഡിയൽ വെയിറ്റിൽ എത്തി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ തുടക്കം മുതൽ ഈ ഒരു സമയം വരെ എന്നോടൊപ്പം നടക്കുന്ന ഒത്തിരി പേരുണ്ട്. അവർക്ക് ആദ്യം തന്നെ ഞാനൊരു താങ്ക്സ് പറയാണ് കേട്ടോ. ഇത്രയും കാലം എന്നെ ട്രസ്റ്റ് ചെയ്ത് നിന്നതിന് വലിയൊരു താങ്ക്സ്. അപ്പോൾ എൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു പെർഫെക്റ്റ് സ്റ്റോറി ഒന്നുമല്ല. എൻ്റെ വെയിറ്റ് ലോസിന് വേണ്ടി ഞാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല ഞാൻ ചെയ്തത്, ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ തെറ്റുകളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരുപാട് കോൺസിക്വൻസസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ, റിയാലിറ്റി ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ആ റിയാലിറ്റിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പൊ സ്റ്റോറി കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ വന്നിരിക്കുക. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. അപ്പൊ ഒട്ടുമിക്ക പേരെ പോലെ തന്നെ എന്റെയും പ്രഗ്നൻസി ടൈമിലാണ് എനിക്ക് വെയിറ്റ് ഗെയിൻ ആവുന്നത് കേട്ടോ. പ്രഗ്നന്റ് ആവുന്നതിന് മുമ്പേ എന്റെ വെയിറ്റ് ഒരു 52 kg ആയിരുന്നു. നമ്മൾ മാരേജ് കഴിഞ്ഞിട്ടുള്ള 2 kg 3 kg ഒക്കെ കൂടിയിട്ടുള്ള ഒരു വെയിറ്റ് ആയിരുന്നു 52 kg. ഞാൻ പ്രഗ്നന്റ് ആവുന്നതിന്റെ ഒരു 2 months മുമ്പേ ഒക്കെ എന്റെ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ആ സമയത്ത് എനിക്കൊരു ഹെയർ ഫോൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഈ ഹെയർ ഫോൾ പെട്ടെന്നുള്ളൊരു ഹെയർ ഫോൾ ആയതുകൊണ്ട് ഞാൻ ചെക്ക് ചെയ്തു. പക്ഷെ ആ സമയത്തൊന്നും എനിക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ബ്ലഡ് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി അയൺ ടാബ്ലറ്റ്സും അങ്ങനത്തെ ഒക്കെ കഴിക്കണം എന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം ഒരു 2-3 months ശേഷമാണ് ഞാൻ പ്രഗ്നന്റ് ആവുന്നത്. അപ്പൊ പ്രഗ്നന്റ് ആയതിനു ശേഷമുള്ള എൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. അപ്പൊ ആ സമയത്ത് ആ ഒരു ഫസ്റ്റ് മന്തിൽ തന്നെയാണ് എനിക്ക് ഹൈപ്പോതൈറോയിഡിസം ഡിറ്റക്ട് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് എന്താണ് തൈറോയിഡ്, ഹൈപ്പോതൈറോയിഡിസം വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, എങ്ങനെയാണ് എൻ്റെ ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുക ഒന്നും അറിയുണ്ടായിരുന്നില്ല കേട്ടോ. അത് ആ ഒരു 9 months എനിക്ക് അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. ചുമ്മാ ഡോക്ടർ തരുന്ന ടാബ്ലറ്റ് ഞാൻ കഴിക്കും, ഏതെങ്കിലും നേരത്തെ കഴിക്കും, അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അതിനെപ്പറ്റി പിന്നെ നമ്മൾ ആ സമയത്ത് അത്ര ബോധേഡും ആയിരുന്നില്ല. നമുക്ക് ഈ സോഷ്യൽ മീഡിയ ഒന്നും അങ്ങനെ ഒരു എന്താ പറയുക ഇത്രയും ഫുൾ ഫ്ലഡ്ജിൽ നിൽക്കുന്ന ഒരു കാലമല്ലായിരുന്നു. പിന്നെ നമ്മൾ വായിക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു ഇതായിരുന്നു. എന്താ പറയുക, ഞാൻ അത്രയും ബോധേഡ് ആയിരുന്നില്ല അതിനെപ്പറ്റി. വേറെ പ്രഗ്നൻസി, ഡെലിവറി അതിൻ്റെയൊക്കെ ടെൻഷനായിരുന്നു ആ സമയത്ത് എനിക്ക് ഉണ്ടായിരുന്നത്. അല്ലാതെ ഈ തൈറോയിഡ് എന്താ, അതിന്റെ കോൺസിക്വൻസസ് എന്താ, അങ്ങനെയൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ധാരണ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അധികം ശ്രദ്ധിക്കാത്തത് കൊണ്ടോ ആയിരിക്കാം ഈ ഒരു ത്രൂ ഔട്ട് പ്രഗ്നൻസി പീരീഡിൽ എനിക്ക് ഏകദേശം 30 kg ആണ് കൂടിയത്. അപ്പോൾ കുഞ്ഞുവിനെ പ്രസവിക്കുന്ന സമയത്ത് എനിക്ക് 85 kg ആയിരുന്നു. അപ്പോൾ ഈ 85 kg എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ കുഞ്ഞുവിനെ പ്രസവിക്കാനായിട്ട് നമ്മൾ ലേബർ റൂമിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ വെയിറ്റ് നോക്കുമല്ലോ. അപ്പോൾ വെയിറ്റ് നോക്കുന്ന സമയത്ത് ആ ഒരു വെയിറ്റ് കണ്ടിട്ട് അന്ന് ഞാനൊന്ന് ഞെട്ടിയിട്ടുണ്ടായിരുന്നു, 85 kg. കാരണം ആ സമയത്ത് എൻ്റെ കയ്യിൽ ഒരു വെയിങ് മെഷീൻ പോലും ഇല്ല. നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ മാത്രമേ വെയിറ്റ് ചെക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അന്നൊരു ഞെട്ടനെ ഞെട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് നമുക്ക് ആ സമയത്ത് എന്തായിരിക്കും നമ്മുടെ ടെൻഷൻ, ഇങ്ങനെ പ്രസവിക്കും എന്നുള്ളൊരു ടെൻഷനായിരിക്കും. അപ്പോൾ ആ ടെൻഷൻ്റെ ഇതിനകത്ത് എനിക്കിതൊക്കെ മറന്നുപോയി. പിന്നെ കുഞ്ഞിന് ഡെലിവറി ഒക്കെ കഴിഞ്ഞു. ആ ഒരു ഫ്യൂ ഡേയ്സിൽ ഒരു 2 weeksനുള്ളിൽ തന്നെ ഞാനൊരു 2-3 kg ഒക്കെ റെഡ്യൂസ് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്ക് മനസ്സിലാവില്ല, നമ്മുടെ ബോഡി ഒന്ന് ഒതുങ്ങി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ വയറൊക്കെ എപ്പോഴും അതേപോലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് ഞാൻ ഈ വെയിറ്റിനെ പറ്റി അധികം ചിന്തിക്കാറുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എന്നെ അങ്ങനെ ആ വെയിറ്റ് കൂടിയല്ലോ എന്ന് പറഞ്ഞ് ചിന്തിപ്പിക്കാനായിട്ട് അധികം ആരും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഹസ്ബൻഡ് കാര്യമായിട്ടൊന്നും പറയില്ല. വേറെ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ തന്നെ, എൻ്റെ അമ്മയാണെങ്കിലും ഹസ്ബൻഡിൻ്റെ അമ്മയാണെങ്കിലും ഒക്കെ ഫുഡ് കഴിപ്പിക്കുക എന്നുള്ളൊരു തോട്ട് മാത്രമേ അവർക്കുള്ളൂ. അപ്പോൾ വണ്ണം കൂടിയെന്നോ അങ്ങനെയൊന്നും ഞാൻ കേൾക്കെ ആരും കമന്റ് ചെയ്യാറില്ല. പിന്നെ കുറച്ച് റിലേറ്റീവ്സ് എപ്പോഴും നമുക്ക് നമ്മുടെ ഫാമിലിയിൽ ഉണ്ടാവുമല്ലോ, അവരൊക്കെ നമ്മളെ കാണുമ്പോൾ പറയും എന്നല്ലാതെ എന്നെ അങ്ങനെ ബോധേഡ് ചെയ്യാറുണ്ടായിരുന്നില്ല അത്.
പക്ഷെ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ടായിരുന്നു. കാരണം ഞാൻ എങ്ങനെയാണോ പ്രഗ്നൻസിക്ക് മുമ്പേ അതുപോലെ അല്ലല്ലോ ഞാനിപ്പോൾ ഉള്ളത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ എനിക്കുണ്ടായിരുന്നു. ഡ്രസ്സ് ഇടുമ്പോഴുള്ള ബുദ്ധിമുട്ടും, ഒരു ഡ്രസ്സും എനിക്ക് സ്യൂട്ട് ആവുന്നില്ല എന്നുള്ള തോന്നലും, പിന്നെ എൻ്റെ സ്കിന്നൊക്കെ മാറി, നമ്മൾ കംപ്ലീറ്റ് നമ്മളൊന്ന് എന്താ പറയാ, നമ്മളൊന്ന് ലോസ്റ്റ് ആയി എന്ന് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നെ നമ്മൾ കുഞ്ഞുവിനൊക്കെ എന്താ പറയാ, ഇങ്ങനെ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഒക്കെ ആയപ്പോൾ ഞാനതങ്ങ് വിട്ടു. പക്ഷെ എനിക്കത് ശ്രദ്ധിക്കേണ്ട ഒരു അവസരം വന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാനൊരു മൈഗ്രെയിൻ പേഷ്യന്റ് ആണ്. എനിക്ക് ഡിഗ്രി ടൈമിലൊക്കെ തൊട്ട്, ഒരു +1 +2 ടൈമിലൊക്കെ തൊട്ട് തന്നെ എനിക്ക് മൈഗ്രെയിൻ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ പ്രോപ്പറായിട്ട് എനിക്ക് മൈഗ്രെയിൻ ആണെന്ന് മനസ്സിലാക്കിയത് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന ആ സമയത്താണ്. അപ്പൊ ആ സമയത്തൊക്കെ ഒന്ന് ഉറങ്ങിയാലൊക്കെ മാറാറുണ്ടായിരുന്നു. പിന്നെ ഇത് ഫ്രീക്വന്റ് ആയിട്ട് വരും. പക്ഷേ താങ്ക് ഗോഡ് എനിക്ക് ഈ പ്രഗ്നൻസി ടൈമിൽ ത്രൂ ഔട്ട് ഈ ഒരു 9 months എനിക്ക് മൈഗ്രെയിൻ വന്നിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പെയിൻ കില്ലേഴ്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഡെലിവറി കഴിഞ്ഞു, പിന്നെ നമ്മുടെ ഫുൾ ലൈഫ് മാറുകയാണ്. നമ്മൾ അനാവശ്യമായിട്ടുള്ള സ്ട്രെസ്, റെസ്പോൺസിബിലിറ്റീസ് ഇതൊക്കെ വന്നു തുടങ്ങുമ്പം എനിക്കിത് ഫ്രീക്വന്റ് ആയിട്ട് വരാൻ തുടങ്ങി. പ്രത്യേകിച്ച് എനിക്ക് ഉറക്കം കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ തന്നെ, ഞാനൊരു നേരത്തെ ഉറങ്ങി വളരെ ലേറ്റ് ആയിട്ട് എണീക്കുന്ന ഒരു ടൈപ്പായിരുന്നു ഞാൻ ആ സമയത്തൊക്കെ. അപ്പൊ എനിക്ക് ഉറക്കം പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ എനിക്ക് ഫ്രീക്വന്റ് ആയിട്ട് മൈഗ്രെയിൻസ് വരാൻ തുടങ്ങി. അപ്പൊ ആ സമയത്ത് കുറെ പേരായിട്ട് അന്വേഷിച്ചു. ഈ പെയിൻ കില്ലേഴ്സ് കഴിക്കുക എന്നുള്ളത് എനിക്ക് വലിയ താല്പര്യമില്ലാത്ത കാര്യമായതുകൊണ്ട് തന്നെ ആ സമയത്ത് ഞാൻ ഹോമിയോപ്പതി ഡോക്ടറെയാണ് കാണിച്ചത്. അപ്പൊ ആ ഡോക്ടർ എന്നെ കണ്ടപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു, നമ്മൾ ഐഡിയൽ വെയിറ്റിലോട്ട് വരണം. ഐഡിയൽ വെയിറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പല അസുഖങ്ങളും മാറ്റിയെടുക്കാൻ പറ്റൂ. ഒരുവിധപ്പെട്ട നമ്മുടെ എല്ലാ അസുഖങ്ങളുടെയും ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഓവർ വെയിറ്റ് ആണ്. അപ്പോഴാണ് ഈ ഒരു വേർഡ് അല്ലെങ്കിൽ ഈ ഒരു സെന്റൻസ് ശരിക്കും പറഞ്ഞാൽ എന്നെ സ്ട്രൈക്ക് ചെയ്തു. ഞാൻ ഓവർ വെയിറ്റ് ആണ് എന്നുള്ളൊരു ആ ഒരു സംഭവം ശരിക്കും പറഞ്ഞാൽ റിയലൈസ് ചെയ്തത് ഞാൻ അന്നാണ്. ഡോക്ടർ പറഞ്ഞ ആ ഒരു നിമിഷമാണ് ശരിക്കും ഞാനത് റിയലൈസ് ചെയ്തത്. ഞാൻ ഈ ഒരു വെയിറ്റിലായാൽ പോരാ, ഞാൻ തിരിച്ചെൻ്റെ ഐഡിയൽ വെയിറ്റിൽ എത്തണം. ഐഡിയൽ വെയിറ്റിൽ എത്തിക്കഴിഞ്ഞാലേ ഇതുപോലെയുള്ള അസുഖങ്ങളൊക്കെ മാറും എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നത് അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. എനിക്ക് ഈ ഒരു മൈഗ്രെയിൻ മാത്രമല്ല, എനിക്ക് ബാക്ക് പെയിൻ ഉണ്ട്, ചെറിയ രീതിയിൽ മുട്ടുവേദന വരാൻ തുടങ്ങിയിട്ടുണ്ട്, നെക്ക് പെയിൻ വരുന്നുണ്ട്. അപ്പം ഇതൊക്കെ, അതായത് എൻ്റെ ബോഡി പ്രായമായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു തോന്നൽ എനിക്ക് ആ സമയത്താണ് ശരിക്കും വന്നത്. അന്ന് ശരിക്കും ഞാൻ വീട്ടിലെത്തി ഞാൻ നല്ലപോലെ തിങ്ക് ചെയ്തു. പക്ഷെ അപ്പോഴും എൻ്റെ ഹസ്ബൻഡും ആരും അങ്ങനെയൊന്നും പറയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. വെയിറ്റ് കുറയ്ക്കണമെന്നോ ഭക്ഷണം കുറയ്ക്കുന്ന പരിപാടിയെ ചിന്തിക്കാൻ പറ്റാത്ത ഒരു ഫാമിലിയാണ് എൻ്റെത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പക്ഷെ എനിക്കത് നല്ലപോലെ സ്ട്രൈക്കായി. ഞാൻ പക്ഷെ ഭക്ഷണത്തിന്റെ കാര്യമൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ പെട്ടെന്ന് ഒരു റാൻഡം ദിവസം ഞാൻ എൻ്റെ നടക്കാൻ സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു കുറച്ച് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരു കയറ്റമുണ്ട്. ആ കയറ്റം ഇറങ്ങി വീട്ടിലോട്ട് തിരിച്ചെത്തി ഞാൻ. അപ്പം അന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര കാലിന് പെയിനായിരുന്നു. കാരണം ഒരുപാട് നാളായിട്ട് ആക്ടിവിറ്റീസ് ഇല്ല. ഈ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഞാൻ ചെറുപ്പം മുതലാണെങ്കിൽ തന്നെ നമ്മൾ ഈ ഓട്ടം ചാട്ടം ഡാൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലാതെ കോളേജൊക്കെ തുടങ്ങിയപ്പോൾ നമ്മൾ പിന്നെ എന്ത് ആക്ടിവിറ്റീസ്, അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒന്നും തന്നെ ഇല്ല. അപ്പം അങ്ങനെ ഒരു എക്സസൈസ് ചെയ്യണം എന്നുള്ളൊരു സംഭവമൊന്നും എനിക്ക് അറിയില്ല. അങ്ങനെ ചെയ്യണം, നമ്മുടെ ബോഡിക്ക് അത് ആവശ്യമാണ് എന്നുള്ളൊരു അവയർനെസ് ഒന്നും നമുക്ക് ആ സമയത്ത് ഇല്ല. ഇപ്പൊ നമ്മൾ ഒരുപാട് വീഡിയോസും നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ വായിച്ചു മറിഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ ദിവസം 30 മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യണം എന്നുള്ള ഒരു അവയർനെസ് നമുക്ക് ഉള്ളത്. അപ്പൊ ആ ഒരു 10 to 15 years ബാക്ക് ഉള്ള ഞാനും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് അവയർനെസിന്റെ കാര്യത്തിൽ. അപ്പൊ ആ സമയത്ത് ഈ നടന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര കാലുവേദനയൊക്കെ ആയിരുന്നു. പക്ഷെ എന്നാലും ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ, സ്റ്റെപ്പ് കയറി ഇറങ്ങുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഒരാഴ്ചക്കുള്ളിൽ തന്നെ എനിക്ക് ശരിക്കും ഒരു എനർജി ലെവലിൽ ഒരു മാറ്റം ഉണ്ടായിട്ട് എനിക്ക് കാണാൻ പറ്റിട്ടോ. കുറച്ച് എനർജി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, സ്റ്റാമിന ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്നൊക്കെ എനിക്ക് തോന്നാൻ തുടങ്ങി. പിന്നെ എനിക്ക് കാര്യമായിട്ടുള്ള ഒരു വെയിറ്റ് ചേഞ്ചസ് ഉണ്ടോന്നൊന്നും, ഞാൻ പിന്നെ വെയിങ് മെഷീനും ഇല്ല എൻ്റെ വീട്ടിൽ. അപ്പൊ അതൊന്നും എനിക്ക് ചെക്ക് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ എനിക്ക് മനസ്സിലാവുമല്ലോ നമുക്ക് വെയിറ്റ് കുറഞ്ഞോ ഇല്ലയോ, നമ്മൾ ഒതുങ്ങിയോ, അതൊക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പൊ എനിക്ക് തോന്നി ഞാൻ എവിടെയോ ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഇനി വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കണം, ഭക്ഷണ കാര്യത്തിൽ ഞാനൊന്ന് ശ്രദ്ധിക്കണം എന്ന് എനിക്ക് തോന്നി. ആ സമയത്ത് റാൻഡം ആയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കുക, കിട്ടുന്നതൊക്കെ കഴിക്കുക, ഇടയ്ക്കിടയ്ക്ക് കുറയ്ക്കുക, മധുരം കഴിക്കുക, അങ്ങനെയൊക്കെയുള്ള പരിപാടിയായിരുന്നു. അപ്പൊ ഞാൻ പയ്യെ എങ്ങനെയാണ് വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളത് നമ്മളെല്ലാവരും ഒരു ബിഗിനർ ചെയ്യുന്ന ഒരു കാര്യം എന്തായിരിക്കും, നമ്മൾ യൂട്യൂബിൽ കയറും, സെർച്ച് ചെയ്യും, 10 ദിവസം കൊണ്ട് 10 കിലോ എങ്ങനെ കുറയ്ക്കാമെന്ന് സെർച്ച് ചെയ്യും, ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടുപിടിക്കും, അങ്ങനെ നമ്മൾ ചെയ്യും. അതേപോലെ തന്നെയായിരുന്നു ഞാനും സെർച്ച് ചെയ്തത്. ഞാൻ ഒരു ചാനൽ കണ്ടുപിടിച്ചു, ആ ചാനൽ നെയിം ഞാൻ പറയുന്നില്ല. അപ്പോൾ ഫൈനലി എനിക്ക് പറ്റിയ രീതിയിലുള്ള ഡയറ്റുകൾ ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഞാൻ എഗ് ഡയറ്റിന്റെ ഒരു വീഡിയോ ആയിരുന്നു കണ്ടത് കേട്ടോ. അപ്പോൾ എഗ് ഡയറ്റ് അതേപോലെ തന്നെയുള്ള ഒരു ഡയറ്റും കണ്ടു, ബനാന ഡയറ്റ്. അപ്പൊ ഈ 2 സാധനങ്ങളും എനിക്ക് ഇഷ്ടമുള്ള സാധനമാണ്. എഗ്ഗും ഞാൻ കഴിക്കും, ബനാനയും ഞാൻ കഴിക്കും. അപ്പൊ അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഞാൻ അപ്പം തന്നെ എനിക്കൊരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ഉണ്ടാക്കി. ഞാൻ എന്താ പറയുക, ഓൾമോസ്റ്റ് ഒരു 15 to 20 days ഞാനത് ഫോളോ ചെയ്തു. ടു ബി ഓണസ്റ്റ്, ആ ഒരു ഒറ്റ മാസം കൊണ്ട് ഞാൻ 10 കിലോ കുറഞ്ഞു കേട്ടോ. 10 കിലോ കുറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, ഭയങ്കര ലൈറ്റ് ഫീലിംഗ് ആയിരുന്നു. ഞാൻ ഇത്രയും സീരിയസ് ആയിട്ട് ഞാനത് ചെയ്യുമെന്ന് ഞാൻ തന്നെ വിചാരിച്ചില്ല. ഞാൻ പയ്യെ എനിക്ക് വേണ്ടി ഞാനൊരു വെയിങ് മെഷീൻ വാങ്ങി. ആ വെയിറ്റ് കുറയുന്ന ആ ഫിഗർ ഇങ്ങനെ കാണുമ്പോഴല്ലോ, അത് നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾക്ക് ആ ഒരു
ഫീലിംഗ് നമുക്ക് മനസ്സിലാവും. 85 കിലോ ഒന്ന് 80 ആവുക, 80 കിലോ ഒന്ന് 75 ആവുക, ആ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് എനിക്ക് ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. പക്ഷെ ഈ സന്തോഷത്തിന്റെ പുറത്ത് ഞാൻ മറന്നുപോയ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് വേറെ കുറെ മാറ്റങ്ങൾ വന്നാൽ ഞാൻ ശ്രദ്ധിച്ചില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുഖത്തിന്റെ ആ ഒരു ഗ്ലോ കംപ്ലീറ്റ് പോയി. നമ്മൾ പ്രസവിച്ചു കഴിഞ്ഞാൽ ഒരു പ്രഗ്നൻസി ഗ്ലോ അല്ലെങ്കിൽ ആഫ്റ്റർ ഡെലിവറി ഒക്കെ നമ്മളൊരു ഗ്ലോ ഉണ്ടാവുമല്ലോ, നമ്മൾ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല സന്തോഷമായിട്ടിരിക്കുന്ന ഒരു ഗ്ലോ, അതൊക്കെ പോയി എൻ്റെ മുഖം കരിവാളിക്കാനായിട്ട് തുടങ്ങി കേട്ടോ. ആ ഒരു 85 kg ഉണ്ടായിരുന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ പിക്ചേഴ്സ് ഒന്നും ഞാൻ എടുക്കാറുണ്ടായിരുന്നില്ല. ആ ഒരു 10 kg കുറഞ്ഞതിന് ശേഷമാണ് ഞാനൊരു പിക്ചർ എടുത്തത്. അത് കുഞ്ഞുവിൻ്റെ 1ാം പിറന്നാളിന്റെ സമയത്താണ് ഞാനൊരു പിക്ചർ എടുത്തത്. അത് 10 kg കുറഞ്ഞിട്ടുള്ള ഞാനാണ്. അപ്പോൾ ആ ഫോട്ടോ കിട്ടുകയാണെങ്കിൽ ഞാനിവിടെ കൊടുക്കാം. അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ രൂപം ഇപ്പം ഞാനത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല കേട്ടോ. കരുവാളിച്ച് ഭയങ്കരമായിട്ട് സ്കിന്നിന്റെ കളറൊക്കെ മാറി, ഈ കഴുത്തിന്റെ ഈ ഒരു പോർഷനിലൊക്കെ ഭയങ്കര കറുപ്പ്, കക്ഷത്തിലൊക്കെ കറുപ്പ്, അതുപോലെ തന്നെ നമ്മുടെ കൈയുടെ ഈ സൈഡൊക്കെ ഉണ്ടല്ലോ ഇവിടെയൊക്കെ ഭയങ്കര കറുപ്പായിട്ട് അങ്ങനെ ഒരു രൂപമായിരുന്നു ഞാൻ ആ സമയത്ത് ഉണ്ടായിരുന്നത്. അത് മാത്രമല്ല, എല്ലാവരും പറയുന്നു നമ്മൾ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലപോലെ മുടി കൊഴിയും. പക്ഷെ എനിക്ക് അങ്ങനെ കുഞ്ഞുവിനെ പ്രസവിച്ച ആ ഒരു സമയത്ത് അങ്ങനെ ഒരു മുടി കൊഴിച്ചിലൊന്നും ഉണ്ടായിരുന്നു കേട്ടോ. അതിന് മുമ്പേ ഞാൻ പറഞ്ഞില്ല, ഒരു 2 months ബാക്ക്, അതായത് പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്യുന്നതിന് 2 months ബാക്ക് എനിക്കൊരു ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ടൈപ്പ് ഒരു നോർമൽ ഹെയർ ഫോൾ ഒക്കെ ഇല്ലേ, അങ്ങനെയായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ഈ ഒരു ഡയറ്റ് ഞാൻ ചെയ്ത് ഒരു 10 kg കുറഞ്ഞതിന് ശേഷം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ എന്താ പറയാ, നമ്മളെ കയ്യിൽ ഇങ്ങനെ പിടിക്കാൻ പറ്റുന്ന രീതിയിൽ അത്രയും മുടിയായിരുന്നു എനിക്ക് കൊഴിഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ. ഞാൻ വിചാരിച്ചു ഒരു 10 ദിവസത്തിനുള്ളിൽ ഞാൻ മുട്ടയാവും, ആ ഒരു രീതിയിലുള്ള മുടി കൊഴിച്ചിലായിരുന്നു. അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് വീണ്ടും വീണ്ടും ഈ മൈഗ്രെയിൻ എനിക്ക് വരാൻ തുടങ്ങി. പിന്നെ ഭയങ്കര സ്ട്രെസ് ഹെഡേക്ക് പോലെയോ ഭയങ്കരമായിട്ട് മൂഡ് സ്വിങ്സ് വരാൻ തുടങ്ങി. പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് സങ്കടം വരിക, പെട്ടെന്ന് തളർച്ച വരിക, ഒന്നിനൊരു മൂഡില്ലായ്മ, അങ്ങനെ പല പല കോൺസിക്വൻസസ് എനിക്ക് വരാൻ തുടങ്ങി കേട്ടോ. പക്ഷെ ഞാൻ ഹാപ്പി ആയിരുന്നു. ഞാൻ 10 കിലോ കുറഞ്ഞു, അത് വലിയൊരു കാര്യമല്ലേ. അപ്പോൾ ഞാൻ സെക്കൻഡ് ടൈം ഡോക്ടറെ കണ്ട സമയത്ത് ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞു, ഞാൻ 10 കിലോ കുറച്ചു ഡോക്ടറെ, ഞാൻ ഈ രീതിയിലുള്ള ഒരു ഡയറ്റൊക്കെ ഫോളോ ചെയ്ത് 10 കിലോ കുറച്ചു. അപ്പൊ തന്നെ ഡോക്ടർ എന്നെ നോക്കി പറഞ്ഞു, 10 കിലോ കുറച്ചൊക്കെ ഓക്കെയാണ്, പക്ഷെ ഈ രീതിയിലല്ലായിരുന്നു വെയിറ്റ് ലോസ് ചെയ്യേണ്ടത്. അപ്പൊ ആ സമയത്ത് ഡോക്ടർ എനിക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നു, നമ്മൾ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്ന സമയത്ത് അത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതും പറയാൻ പറഞ്ഞ എൻ്റെ മിൽക്ക് സപ്ലൈയും റെഡ്യൂസ് ആയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഈ ഡയറ്റ് കാരണം. പക്ഷെ ഇതൊന്നും ഞാൻ തിരിച്ചറിയുന്നുണ്ടായിരുന്നില്ല. കാരണം ഞാനൊരു ക്ലൗഡിലാണ് ഇരിക്കുന്നത്. കാരണം 10 കിലോ കുറഞ്ഞു, അത് വലിയ കാര്യമല്ലേ, എല്ലാവരും ഞാൻ പറഞ്ഞു നടക്കണം 10 കിലോ കുറഞ്ഞു, 10 കിലോ കുറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ 10 കിലോ കുറച്ചത് വലിയ കാര്യം തന്നെയാണ്, പക്ഷെ അതിനുവേണ്ടി നമ്മൾ സെലക്ട് ചെയ്ത രീതി അതൊരിക്കലും നന്നായിരുന്നില്ല. ഒരിക്കലും നമ്മൾ ഈ ക്രാഷ് ഡയറ്റ് എന്നുള്ള പേര് ഞാൻ അന്നാണ് ആദ്യമായിട്ട് കേൾക്കുന്നത്. ബനാന ഡയറ്റ്, എഗ് ഡയറ്റ്, അങ്ങനെ പലതും ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ക്രാഷ് ഡയറ്റ് എന്ന് അന്നാണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ 1000 കലോറീസിലൊക്കെ താഴെയായിട്ട് വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് കാർബ് അവോയ്ഡ് ചെയ്യുക, അങ്ങനെ ഇന്ന ഫുഡ് ഗ്രൂപ്പ്സ് ഒക്കെ അവോയ്ഡ് ചെയ്ത് നമ്മൾ ചെയ്യുന്ന ഡയറ്റുകളൊക്കെ തന്നെ ക്രാഷ് ഡയറ്റുകളാണ്. അപ്പൊ അതൊരിക്കലും നമ്മുടെ ഹെൽത്തിന് ഒരിക്കലും നന്നായിട്ട് വരില്ല. നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യായിരിക്കും. ഇപ്പൊ ഞാൻ 10 കിലോ കുറച്ചതിൽ ആ 10 കിലോ ചിലപ്പോൾ 5 കിലോ എൻ്റെ മസിൽസ് ആയിരിക്കും, എൻ്റെ ശരീരത്തിൽ മസിൽസ് ആയിരിക്കും ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ വെറും 5 കിലോ ആയിരിക്കും ചിലപ്പോൾ ഫാറ്റ് റിഡ്യൂസ് ആയത്. അപ്പൊ ഇങ്ങനെയൊക്കെ വളരെ ബേസിക് ആയിട്ട് ഒരു കുട്ടിയോട് പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയിൽ ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞു തന്നു. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ഡയറ്റ് അല്ല ഫോളോ ചെയ്യേണ്ടത്. അപ്പം ഈ 10 കിലോ കുറഞ്ഞു, ഇനിയിപ്പോൾ അത് നമുക്കൊന്നും ഈ ഒരു രീതിയിൽ ഫോളോ ചെയ്ത് അത് കുറഞ്ഞു, ഇനി നമ്മൾ ഈ ഒരു അപ്രോച്ചിലോട്ട് പോകരുത്. എനിക്ക് പറ്റിയ രീതിയിൽ ഒരു ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡയറ്റ് എനിക്ക് ഡോക്ടർ പറഞ്ഞു തന്നു. പിന്നീട് ഞാൻ ആ ഒരു ഡയറ്റാണ് ഫോളോ ചെയ്തത് കേട്ടോ. അപ്പൊ ആ ഡയറ്റ് ഫോളോ ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്തു. കാരണം എനിക്ക് ഭയങ്കര ഒരു റിഗ്രറ്റ് ആയിപ്പോയി, ഞാൻ ഇങ്ങനെ ഒരു കാര്യമാണല്ലോ ചെയ്തത്. ഞാൻ വെയിറ്റ് കുറഞ്ഞു എന്നല്ലാണ്ട് എനിക്ക് ആരോഗ്യത്തിൽ, അതായത് നമ്മൾ ഹെൽത്തി ആയില്ല എന്നുള്ളൊരു തോട്ട് എനിക്ക് പിന്നെ വരാൻ തുടങ്ങി. ഞാൻ പെട്ടെന്ന് വയസ്സായി പോയതുപോലെ, എനിക്കൊന്നിനും പറ്റുന്നില്ല, ഭയങ്കര ക്ഷീണം, മുടി കൊഴിയുന്നു, നമ്മുടെ സ്കിന്ന് പോയി, എല്ലാം കൊണ്ട് ഞാൻ ഭയങ്കര റിഗ്രറ്റ് ആയിപ്പോയി. പക്ഷെ ആ റിഗ്രറ്റ് അടിച്ചിരിക്കേണ്ട സമയമല്ലല്ലോ, നമുക്ക് ഇനിയും മുന്നോട്ട് പോകാണ്ട്. കാരണം എനിക്ക് ആ സമയത്ത് ഒരു 70-72 ഒക്കെ ആയിട്ടുള്ളൂ. എൻ്റെ ഒരു ഹൈറ്റ് പ്രകാരം എനിക്ക് ഏകദേശം ഞാൻ 55-56 kg എത്തണം. അപ്പോൾ ഇനി അങ്ങനെ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്തു. പിന്നീട് ഞാൻ അങ്ങോട്ട് ചെയ്ത എൻ്റെ വെയിറ്റ് ലോസ് എന്ന് പറയുന്ന ഒരുപാട് റിസർച്ചും ഒരുപാട് വായനകളും ഒക്കെ കഴിഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടായിരുന്നു ഞാൻ ചെയ്തത്. അതായത് അപ്പോഴും ഞാൻ 100% മനസ്സിലാക്കിയില്ല, ഒരു 50% അല്ലെങ്കിൽ 80% മനസ്സിലാക്കിയിട്ടാണ് പിന്നീടുള്ള എൻ്റെ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം ഞാൻ കലോറി ഡെഫിസിറ്റ് ഡയറ്റ് എന്താണ്, ഏത് രീതിയിലാണ് നമ്മൾ ഡയറ്റ് ചെയ്യേണ്ടത്, പ്രോട്ടീൻ ആഡ് ചെയ്യേണ്ടതിന്റെ ഇമ്പോർട്ടൻസ്, നമ്മൾ സമീകൃത ആഹാരം കഴിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടാണ് എൻ്റെ വെയിറ്റ് ലോസ് ജേർണി പിന്നീട് അങ്ങോട്ട് നടന്നത്. ഒബ്വിയസ്ലി അതൊരിക്കലും ഫാസ്റ്റ് ആയിരുന്നില്ല. എനിക്ക് ആ ഒരു മാസം കൊണ്ട് 10 കിലോ കുറഞ്ഞതുപോലെ പിന്നീട് അങ്ങോട്ട് ഒരിക്കലും സാധിച്ചിട്ടില്ല. ഇത് ഈ ഒരു മൊമെന്റിൽ വരെ എനിക്കത് സാധിച്ചിട്ടില്ല. അങ്ങനെ എനിക്ക് ഇനി സാധിക്കാൻ വേണ്ട. കാരണം എനിക്ക് ആ ഒരു
അവസ്ഥയിലോട്ട് വീണ്ടും എന്റെ ബോഡിയെ കൊണ്ട് എത്തിക്കണം എന്ന് എനിക്ക് ആഗ്രഹമില്ല. കാരണം വെയിറ്റ് മാത്രം നമുക്ക് കുറഞ്ഞാൽ പോലല്ലോ, വെയിറ്റ് കുറഞ്ഞ് നമ്മളൊരു വയസ്സെത്തിയായിട്ട് എന്താ കാര്യം. അപ്പൊ അങ്ങനെ ഒരു ഇത് വേണ്ട. എനിക്ക് വെയിറ്റ് കുറഞ്ഞാൽ ഞാൻ ഹെൽത്തി ആയിരിക്കണം, സ്ട്രോങ് ആയിരിക്കണം, എനിക്ക് സ്റ്റാമിന ഉണ്ടാവണം, എല്ലാം ചെയ്യാനുള്ള എനർജി ഉണ്ടായിരിക്കണം, എനിക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റണം. ആ ഒരു രീതിയിലായിരിക്കണം ഞാൻ വെയിറ്റ് ലോസ് ചെയ്യേണ്ടത്. അപ്പൊ പിന്നീട് അങ്ങോട്ട് അത് മാത്രമായിരുന്നു എന്റെ മനസ്സിൽ. അപ്പൊ ഞാൻ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റിലോട്ട് മാറി. ഈ ഡയറ്റിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നതിനിടയിൽ തന്നെ വർക്കൗട്ട് ഞാൻ മിസ് ചെയ്തിട്ടില്ല കേട്ടോ. വർക്കൗട്ട് ഞാൻ ആദ്യമായിട്ട് ചൂസ് ചെയ്യാൻ നടത്തം, സ്റ്റെപ്പ് കയറുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നീട് എനിക്ക് അത് മടുക്കാൻ തുടങ്ങി. നമ്മൾ എപ്പോഴും പോയ അതേ റൂട്ടിൽ തന്നെ നടക്കുക, അല്ലെങ്കിൽ സ്റ്റെപ്പ് എപ്പോഴും കയറിയ സ്റ്റെപ്പ് തന്നെ ഇറങ്ങി വരിക, കയറി പോവുക, ഇതൊക്കെ എനിക്ക് പിന്നെ മടുക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ വീണ്ടും യൂട്യൂബ് തന്നെ ശരണം, യൂട്യൂബിൽ സെർച്ച് ചെയ്തു. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഡാൻസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഇതിൽ സ്ട്രൈക്ക് ചെയ്ത ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ചാനൽ എന്ന് പറയുന്നത് നമ്മുടെ ആര്യ ബാലകൃഷ്ണന്റെ ചാനലാണ്. അപ്പൊ അത് എന്തായാലും എനിക്ക് നല്ല കാര്യങ്ങൾ തന്നതുകൊണ്ട് എനിക്ക് ആ ചാനൽ എന്തായാലും മെൻഷൻ ചെയ്യാം. അപ്പോൾ ആര്യയുടെ ചാനലാണ് ഞാൻ പിന്നീട് ഫോളോ ചെയ്തത്. അപ്പൊ ആര്യയുടെ ഡാൻസ് വർക്കൗട്ടുകൾ, സുംബ വർക്കൗട്ടുകളൊക്കെ തന്നെ ഞാൻ ചെയ്യാൻ തുടങ്ങി. നല്ല റിസൾട്ട് ആയിരുന്നു. ഈ ഡയറ്റിന്റെ കൂടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള കലറി ഡെഫിസിറ്റ് ഡയറ്റിന്റെ കൂടെ ഈ സുംബ വർക്കൗട്ട്സും കൂടെ ചെയ്യുമ്പോൾ എനിക്ക് നല്ല റിസൾട്ട് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ആ സമയത്തും എനിക്ക് പറ്റിയ ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈ സ്ട്രെങ്ത് ട്രെയിനിങ് അല്ലെങ്കിൽ വെയിറ്റ് വെച്ചിട്ടുള്ളതിനെ പറ്റി ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. ഓട്ടം, ചാട്ടം ഇതൊക്കെ ചെയ്താലേ വണ്ണം കുറയൂ എന്നുള്ളൊരു തോട്ടായിരുന്നു അപ്പോഴേ എനിക്ക് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ അത്രയും അറിവേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് ഞങ്ങൾ ബി-ഫിറ്റ് സ്ക്വാഡ് സ്റ്റാർട്ട് ചെയ്തത്. അതായത് 2021 നമ്മൾ ബി-ഫിറ്റ് സ്ക്വാഡ് സ്റ്റാർട്ട് ചെയ്തത്. ഓഫ് കോഴ്സ് അവർ ട്രെയിൻ ചെയ്തത് നിഷയായിരുന്നു. നിഷ എന്ന് പറയുന്ന ഒരു എന്താ പറയാ, ഒരു ജമ്മാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അവള് അത്രയും നല്ലൊരു ട്രെയിനറാണ്. അവള് വന്നതിന് ശേഷമാണ്, അല്ലെങ്കിൽ ബി-ഫിറ്റ് സ്ക്വാഡ് ശരിക്കും പറഞ്ഞ ഒരു നിമിത്തമായിരുന്നു. സ്ട്രെങ്ത് ട്രെയിനിങ് എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് എനിക്ക് മനസ്സിലാക്കി തന്ന ഒരു സംഭവം കൂടിയാണ് ആ ഒരു സംരംഭം എന്ന് പറയുന്നത് കേട്ടോ. അതുവരെ ഞാൻ കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഞാൻ വാക്കിംഗ് വീഡിയോസ് അങ്ങനത്തെ ഒരുപാട്, നമ്മൾ ലാലേട്ടൻ വാക്കിംഗ് ഒക്കെ വളരെ ഹിറ്റ് ആയിരുന്ന ഒരു സമയമായിരുന്നു അത്. അപ്പോൾ വാക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും എന്നുള്ള ഒരു തോട്ട് പ്രോസസ് ആയിരുന്നു ആ സമയത്ത് എനിക്കുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ ബി-ഫിറ്റ് സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ ക്ലയൻസിനെ നിഷ ട്രെയിൻ ചെയ്യുന്ന രീതി, അവർക്ക് കിട്ടുന്ന റിസൾട്ട്, അതൊക്കെ കണ്ടു തുടങ്ങിയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ സ്ട്രെങ്ത് ബേസ്ഡ് ആയിട്ടുള്ള വർക്കൗട്ട്സിന്റെ ഇമ്പോർട്ടൻസും അത് നമ്മുടെ ബോഡിക്ക് തരുന്ന മാറ്റവും നമ്മുടെ ബോഡി ഏത് രീതിയിൽ ട്രിം ആവും എന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ശരിക്കും നമുക്ക് പലതും നമ്മളെ ഇങ്ങനെ പഠിച്ചെടുക്കുന്നതാണ് അല്ലെ, നമ്മുടെ എക്സ്പീരിയൻസസിലൂടെയും നമ്മൾ തുടങ്ങുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പഠിച്ചെടുക്കുന്ന കാര്യങ്ങൾ. അപ്പം എനിക്ക് നിശ്ചയമായിട്ടുള്ള ആ ഒരു കണക്ഷനാണ് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രെങ്ത് ട്രെയിനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തന്നത്. പിന്നീട് ഞാൻ അതിൽ റിസർച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഫൈനലി അവസാനം ഞാൻ അതിനകത്തും സർട്ടിഫിക്കേഷൻ എടുത്തു, ഫങ്ഷണൽ ട്രെയിനിങ് സ്പെഷ്യലിസ്റ്റ് ആയി. എന്താ പറയാ, ശരിക്കും ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെസ്റ്റിനി ആണോ എന്താണോ എന്ന് എനിക്കറിയില്ല. ഞാനൊരു IT ഗ്രാജുവേറ്റ് ആണ്, ഞാനൊരു MCA ഗ്രാജുവേറ്റ് ആണ്. ശരിക്കും ഒരു IT ഫീൽഡിലോട്ട് പോകേണ്ട ഞാൻ എന്തുകൊണ്ട് ഈ ഒരു രീതിയിലോട്ട് വന്നു, അല്ലെങ്കിൽ അതിന് എന്തൊക്കെ കാരണങ്ങൾ ഉണ്ടായി, എന്തൊക്കെ നിമിത്തങ്ങളായി എന്നൊന്നും എനിക്കിപ്പോഴും അറിയില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ വളരെ ഒരു പാഷനായിട്ടാണ് ഈ ഒരു വെയിറ്റ് ലോസ്, അല്ലെങ്കിൽ എന്താ പറയാ, ഒരുപാട് പേരെ വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക, നല്ലൊരു പാത്ത് പറഞ്ഞു കൊടുക്കുക, കുറുക്ക് വഴികളിൽ നിന്ന് മാറ്റി അവരെ നല്ല വഴികളിലോട്ട് എത്തിക്കുക എന്നൊക്കെ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞ ഒരു പാഷനായിട്ട്, ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാനിപ്പോൾ കാണുന്നത്. അപ്പൊ പിന്നീട് ഇതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം എന്റെ വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ സ്മൂത്ത് ആയിരുന്നു. അതായത് ഒരുപാട് സ്ട്രെസ് എനിക്ക് ഒഴിവായി. കാരണം ചിലപ്പോൾ ഒക്കെ നമ്മൾ വിചാരിക്കില്ല നമുക്ക് എന്താണ് റിസൾട്ട് കിട്ടാത്തതെന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴായിരിക്കും നമ്മളിങ്ങനെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും. അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ടാവും. അപ്പോൾ ആ കൺഫ്യൂഷൻ മാറ്റാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പഠിക്കുക. നമ്മൾ ചെയ്യുന്ന കാര്യത്തിനെ പറ്റി നല്ല പോലെ പഠിക്കുക. ഇവിടുന്ന് കിട്ടുന്ന റാൻഡം അറിവുകളെല്ലാം നമ്മൾ ഇരുന്ന് അതിനെപ്പറ്റി മനസ്സിലാക്കി ബേസിക് സയൻസ് ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് വളരെ സ്മൂത്ത് ആവും. ഒരിക്കലും വെയിറ്റ് ലോസ് സ്പീഡായിട്ട്, സ്മൂത്ത് എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന സ്പീഡിൽ നടക്കുന്നല്ല, അത് വളരെ സ്ലോ ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ഹെൽത്തി ആയിട്ടാണ് നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യുന്നതെങ്കിൽ അത് വളരെ സ്ലോ ആയിട്ട് തന്നെയായിരിക്കും നടക്കുക. പക്ഷെ അത് സ്മൂത്ത് ആയിരിക്കും, സ്ട്രെസ് ഇല്ലാതെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് പോകുന്ന ഒരു സംഭവമായിട്ട് മാറും. അങ്ങനെയാണ് ഇപ്പൊ എന്റെ ലൈഫിൽ എന്റെ വെയിറ്റ് ലോസ്, എന്റെ ഫാറ്റ് ലോസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ എന്റെ വെയിറ്റ് കുറയാത്തതിനെ പറ്റിയിട്ട് ഇപ്പോൾ ഞാൻ 55 kgs ആണ്. അപ്പോൾ അതിൽ നിന്ന് എന്റെ കുറച്ചു കാലം മുമ്പ് ഒരു 4 years ബാക്ക് നിങ്ങൾ എന്റെ വീഡിയോ കാണുകയാണെങ്കിൽ ആ വീഡിയോസിലൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യമായിരുന്നു, എന്റെ ഗോൾ വെയിറ്റ് 50 kg ആണ്. പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു ഗോൾ വെയിറ്റ് ഇല്ല. കാരണം ഇപ്പൊ എന്റെ ഒരു തോട്ട് പ്രോസസ് അങ്ങനെയല്ല. വെയിറ്റ് കുറയണം, അല്ലെങ്കിൽ ഇന്ന വെയിറ്റിലോട്ട്, ഇന്ന ഡ്രീം നമ്പറിലോട്ട് എന്റെ ഫിഗർ എത്തിക്കണം, എന്റെ ബോഡി വെയിറ്റ് എത്തിക്കണം എന്നുള്ള ഒരു ചിന്തയെ എനിക്കിപ്പോൾ ഇല്ല. എനിക്ക് നല്ല രീതിയിലുള്ള ഒരു ഫാറ്റ് ലോസ് പ്രോസസ്സിലൂടെ പോകണം, നല്ല രീതിയിൽ എൻ്റെ ബോഡി ഫിറ്റ് ആക്കി കൊണ്ടുവരാൻ പറ്റണം, കുറച്ചും കൂടെ സ്ട്രെങ്ത്, അതായത് കഴിഞ്ഞ വർഷം എങ്ങനെയായിരുന്നു എൻ്റെ സ്ട്രെങ്ത് ഉണ്ടായിരുന്നത് അത് ഈ വർഷം ആകുമ്പോഴേക്കും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. എൻ്റെ മെറ്റബോളിസം ഇമ്പ്രൂവ് ആവണം, എൻ്റെ എനർജി ലെവൽ ഇമ്പ്രൂവ് ആവണം, സ്റ്റാമിന ഇമ്പ്രൂവ് ആവണം. ഇങ്ങനെയൊക്കെയുള്ള തോട്ട് പ്രോസസ്സാണ് ഇപ്പോൾ എനിക്കുള്ളത്. ആ ഒരു തോട്ട് പ്രോസസ്സിലോട്ട് നമ്മൾ എത്താനായിട്ട് ഒരുപാട് സമയം എടുക്കും. ഫൈനലി നമ്മൾ ഈ ഒരു തോട്ട് പ്രോസസ്സിലോട്ട് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഒരുപാട് തോൽവികളൊക്കെ ഏറ്റുവാങ്ങേണ്ടി വരും. ആ തോൽവികളിലോട്ട് പോകുന്ന ഒരുപാട് പേര് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഈ തോൽവികളിലൂടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ റിയൽ ആയിട്ടുള്ള സംഭവം, യാഥാർത്ഥ്യം എന്താണ്, റിയാലിറ്റി എന്താണ്, വെയിറ്റ് ലോസിനെ പറ്റിയിട്ടുള്ള റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ എന്റെ വെയിറ്റ് ലോസ് സ്റ്റോറി ശരിക്കും പറഞ്ഞാൽ ഇവിടെ തീരുന്നില്ല, ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഒരു ഡ്രീം വെയിറ്റിലോട്ട് എത്തുന്നത് വരെ എന്നുള്ളതൊന്നുമില്ല. എനിക്ക് അങ്ങനെ ഒരു ഡ്രീം വെയിറ്റ് ഇപ്പൊ ഇല്ല. ഞാനിപ്പോൾ ഒരു ഹെൽത്തി, എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള എല്ലാ ദിവസവും ഒന്നും വർക്ക്ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ എല്ലാ ദിവസവും എന്താ പറയുക ഡയറ്റിനായിട്ടും അല്ലെങ്കിൽ ഫിറ്റ്നസിനായിട്ടും സമയം കണ്ടെത്താനൊന്നും എനിക്ക് ചിലപ്പോൾ പറ്റാറില്ല. നമുക്ക് പല പല റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും. പക്ഷേ ഓവറോൾ, അതായത് ആകെ തുക എടുത്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മാസത്തിന്റെ ഒരു ഓവറോൾ ഭാഗം എടുത്ത് നോക്കുമ്പോൾ ഞാൻ എൻ്റെ ഫിറ്റ്നസിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും നമുക്ക് ഫിറ്റ്നസിനായിട്ട് നമ്മുടെ വെയിറ്റ് ലോസിനായിട്ട് സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷേ ഓവറോൾ എടുത്ത് നോക്കുമ്പോൾ ഒരു 30 days ടൈം എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ അറ്റ്ലീസ്റ്റ് ഒരു 20 days എങ്കിലും നിങ്ങൾ എഫേർട്ട് ഇട്ടിരുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രെസ് ഇല്ലാതെ, ഗോൾ ഉണ്ടല്ലോ നിങ്ങൾക്ക്, ആ ഗോളിലോട്ട് നിങ്ങൾ എത്തിച്ചേരും. നിങ്ങൾ എല്ലാവരും ഒരേ പ്രോസസ്സിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഓരോരുത്തർക്കും റിസൾട്ട് കിട്ടാനായിട്ട് ഡിഫറെന്റ് ടൈമിങ്സ് എടുത്തേക്കാം. ചിലപ്പോൾ ഒരു 6 months, 1 year, 2 year. അത് നമ്മൾ ഓരോരുത്തരും യൂണീക്ക് ആണെന്ന് മനസ്സിലാക്കുക. നമുക്ക് കിട്ടുന്ന റിസൾട്ടും യൂണീക്ക് ആയിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ എൻ്റെ ഫ്രണ്ട് ഇത്രയും നാൾ ഇത് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് റിസൾട്ട് കിട്ടി, എനിക്ക് കിട്ടിയില്ല, അങ്ങനെയൊന്നും നിങ്ങൾ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ ഓരോരുത്തരുടെയും ജേർണിയും ഡിഫറെൻ്റ് ആണ്. ആ ഡിഫറൻസ് നിങ്ങളുടെ റിസൾട്ടിലും ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ ഒന്നും തന്നെ ഉണ്ടാവണം എന്നുള്ള ആവശ്യമില്ല. ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്തത് ജസ്റ്റ് ഒരു നടത്തത്തിലൂടെയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഫിറ്റ്നസ് ജേർണി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ആയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഒരുപാട് എക്യുപ്മെന്റ്സോ അല്ലെങ്കിൽ ഒന്നുമല്ല, നമുക്ക് ആ ഒരു തുടങ്ങണം, നമുക്കൊരു ചേഞ്ച് വേണം, നമ്മളൊരു ഡിഫറെന്റ് വേർഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളൊരു മനസ്സാണ്. ആ മനസ്സുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു മൊമെന്റിൽ തന്നെ നിങ്ങളുടെ വെയിറ്റ് ലോസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം, നിങ്ങളുടെ ഒരു ഗോളിലോട്ട് നിങ്ങൾക്ക് റീച്ച് ചെയ്യുകയും ചെയ്യാം. ഇപ്പൊ കുറെ പേര് വിചാരിച്ചിരുന്നത് എന്റെ വെയിറ്റ് ലോസ് ജേർണി, ഫാറ്റ് ടു ഫിറ്റ് ജേർണി എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു, ഭയങ്കര പെർഫെക്റ്റ് തിങ്സ് മാത്രം ചെയ്തിട്ടാണ് ഞാൻ എന്റെ ഫൈനൽ വെയിറ്റിലോട്ട് എത്തിയത്, എനിക്ക് ഒരുപാട് പേരുടെ ഹെൽപ്പ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് പ്രോപ്പറായിട്ട് എന്നെ മോണിറ്റർ ചെയ്യാനും ഗൈഡ് ചെയ്യാനും ഒക്കെ ആളുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ ഒരുപാട് പേര് വിചാരിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല, നിങ്ങൾ മനസ്സിലാക്കുക, എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറെ യൂട്യൂബ് വീഡിയോസും ആർട്ടിക്കിൾസും ഇത്രയൊക്കെ തന്നെയായിരുന്നു എനിക്കും ഉണ്ടായിരുന്നത്. പിന്നെ എനിക്കത് പഠിക്കണം, എനിക്കത് മനസ്സിലാക്കണം, എനിക്കിത് ചെയ്യണം എന്നുള്ള ഒരു മനസ്സ് എനിക്കുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ക്ഷമയുണ്ടായിരുന്നു. ഈ ക്ഷമ തന്നെയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ ഫിറ്റ്നസ് ജേർണിയിൽ വേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എവിടെയാണോ നിൽക്കുന്നത്, ഇതിനു മുമ്പ് നിങ്ങൾ എന്ത് ചെയ്തു, ഇനി എന്ത് ചെയ്യാൻ പോകുന്നൊന്നും നിങ്ങൾ നോക്കണ്ട. ഇപ്പൊ നിങ്ങൾ ആ മനസ്സുണ്ടാക്കിയെടുക്കുക. ഇപ്പൊ എന്റെ ഒരു വെയിറ്റ് ലോസ് സ്റ്റോറി എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ ആദ്യം കുറച്ച് റഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ പിന്നെ ഇത് എനിക്ക് മനസ്സിലായ ഒരു റഷിന്റെ ആവശ്യമില്ല. സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടായിരിക്കണം നമ്മൾ ഈ ഒരു റേസ് വിൻ ചെയ്യേണ്ടതെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. അപ്പൊ ഈ വീഡിയോ കാണുന്ന നിങ്ങളിപ്പം ആ ഒരു വെയിറ്റ് ലോസ് ചെയ്യാനുള്ള റഷിലാണെങ്കിൽ ആ റഷ് ഒഴിവാക്കുക. ക്ഷമയാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് നമ്മൾ ഈ ഒരു റേസ് വിൻ ചെയ്യണം. അപ്പൊ അതിന് ആഗ്രഹമുള്ളവരൊക്കെ തന്നെ നമ്മുടെ കൂടെ കൂടാം. നമ്മുടെ ഈ ഒരു ചാനലിനകത്ത് നിങ്ങൾക്ക് ക്വിക്ക് ഫിക്സസ് ഒന്നും തന്നെ കിട്ടില്ല. എല്ലാം സ്ലോ ആയിട്ട് നമുക്ക് പെർമനന്റ് റിസൾട്ട് കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതിപ്പം വർക്ക്ഔട്ട് ആവട്ടെ, ഡയറ്റ് ആവട്ടെ, എന്ത് തന്നെ ആയാലും പെട്ടെന്ന് തന്നെ ഒരു റിസൾട്ട് നിങ്ങൾ ആരും തന്നെ എക്സ്പെക്ട് ചെയ്യരുത്. സ്ലോ ആയിട്ട് സ്റ്റഡി ആയിട്ട് ഈ റേസ് വിൻ ചെയ്യാനുള്ള ആഗ്രഹമുള്ളവരൊക്കെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടാവുന്നതാണ്. അപ്പൊ ഇന്നത്തെ എന്റെ ഈ ഒരു സ്റ്റോറി 5 years ബാക്ക് ഞാൻ ഇത് പോസ്റ്റ് ചെയ്ത സമയത്ത് ഒത്തിരി പേര് ഇത് ഇൻസ്പയർഡ് ആയി അവരുടെ ഫിറ്റ്നസ് ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് 20 കിലോ 10 കിലോ 30 കിലോ ഒക്കെ കുറച്ച് ആളുകളുണ്ട്. അപ്പൊ ഒരുപാട് പേരെ വീണ്ടും എനിക്ക് ഇൻസ്പയർ ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫിറ്റ്നസ് ജേർണിയിൽ ഇപ്പോൾ എവിടെയാണ്, നിങ്ങൾ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ കൊടുക്കുക. അത് ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആവും, ഒരുപാട് പേർക്ക് ഒരു ലെസൺ ആവും, ഒരുപാട് പേർക്ക് മോട്ടിവേഷൻ ആയി എന്ന് വരാം. അപ്പൊ നിങ്ങളുടെ കാര്യങ്ങളും നിങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ കൊടുക്കുക. ഇനി ഏതെങ്കിലും രീതിയിൽ ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഏതെങ്കിലും രീതിയിൽ ഹാപ്പി വൈബ്സ് ചാനൽ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാര്യം നിങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ കൊടുക്കുക. അത് എനിക്ക് വലിയൊരു മോട്ടിവേഷൻ ആയിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. ബൈ.